ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തൊട്ട് മുമ്പേ ഉള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പോവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫോൺ ഒന്ന് സൈലന്റ് ആക്കാൻ പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് ഫോണ് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നു. ഞാൻ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നു. ഞാൻ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നു എന്നെങ്ങനെയാ പറയാ? ഐ ഫോർഗോട്ട് ടു പുട്ട് മൈ ഫോൺ ഓൺ സൈലന്റ്. ഐ ഫോർഗോട്ട് ടു പുട്ട് മൈ ഫോൺ ഓൺ സൈലന്റ്. ഫോൺ സൈലന്റ് ആക്കാൻ ഞാൻ മറന്നു. നീ എന്തിനാ ഇത്ര പെട്ടെന്ന് വന്നത്? നീ എന്തിനാ ഇത്ര പെട്ടെന്ന് വന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. അതായത് നീ എന്തിനാ ഇത്ര നേരത്തെ വന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. വൈ ഡിഡ് യു കം സോ ഏർലി? വൈ ഡിഡ് യു കം സോ ഏർലി? നീ എന്തിനാ ഇത്ര നേരത്തെ വന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഇത്ര പെട്ടെന്ന് വന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സെന്റൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബിസിയാണ്. പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഞാൻ ഇപ്പോൾ ബിസിയാണ്. ഐ എം ബിസി റൈറ്റ് നൗ. ഐ എം ബിസി റൈറ്റ് നൗ. അവൻ ഇപ്പോഴും എത്തിയിട്ടില്ല. അവൻ ഇപ്പോഴും എത്തിയിട്ടില്ല. എങ്ങനെ പറയാ? ഹി സ്റ്റിൽ ഹാസിന്റ് അറൈവ്ഡ്. അതായത് സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നാണ് കേട്ടോ. അതുപോലെ അവൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഹാസിന്റ് അറൈവ്ഡ് എറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അവൻ ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹി സ്റ്റിൽ ഹാസിന്റ് അറൈവ്ഡ്. എനിക്കത് ഓർമ്മ വരുന്നില്ല. അല്ലെ, എനിക്കത് ഓർമ്മ വരുന്നില്ല. അതായത് എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. ഇതിന് വേണ്ടിയിട്ട് പറ്റുന്നില്ല, കഴിയുന്നില്ല, ഇനി വയ്യ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെന്റൻസ് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഐ കാൺട്ട് റിമെമ്പർ ദാറ്റ്. ഐ കാൺട്ട് റിമെമ്പർ ദാറ്റ്. എനിക്കത് ഓർമ്മ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. നമ്മൾ പലപ്പോഴും പറഞ്ഞ സെന്റൻസ് ആണ്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. നീ പറഞ്ഞത് ശരിയാണ് അല്ലെ, നീ പറഞ്ഞത് ശരിയാണ്. നീ പറഞ്ഞത് വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ഇതെനിക്ക് മനസ്സിലായില്ല അല്ലെ, ഇത് എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതെനിക്ക് മനസ്സിലായില്ല. അവൾ എന്നെ നോക്കി ചിരിച്ചു. അവൾ എന്നെ നോക്കി ചിരിച്ചു. ഷീ സ്മൈൽഡ് അറ്റ് മീ. ഷീ സ്മൈൽഡ് അറ്റ് മീ. അവൾ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ വെറുതെ ചോദിച്ചതാണ്, അതായത് ഞാൻ ചുമ്മാ ചോദിച്ചതാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഐ ജസ്റ്റ് ആസ്ക്ഡ് കാഷ്വലി. ഐ ജസ്റ്റ് ആസ്ക്ഡ് കാഷ്വലി. ഞാൻ വെറുതെ ചോദിച്ചതാണ്. ഓക്കെ, നീ റെഡിയായാൽ എന്നെ വിളിക്കൂ. നീ റെഡി ആയാൽ എന്നെ വിളിക്കൂ. കോൾ മീ വെൻ യു ആർ റെഡി. കോൾ മീ, എന്നെ വിളിക്കൂ. വെൻ യു ആർ റെഡി, നീ റെഡി ആയാൽ, നീ റെഡിയാകുമ്പോൾ എന്നെ വിളിക്കൂ. കോൾ മീ വെൻ യു ആർ റെഡി. ഓക്കെ, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഐ ഫീൽ വെരി ടയേർഡ്. ഐ ഫീൽ വെരി ടയേർഡ്. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. ഐ ഫീൽ വെരി ഹാപ്പി. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അവൻ ഫോൺ എടുക്കുന്നില്ല. അതായത് ബെല്ലങ്ങനെ അടിക്കുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ല. എങ്ങനെ പറയാ? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഹി ഈസ്ന്റ് ആൻസറിങ് ദ ഫോൺ. ഹി ഈസ്ന്റ് ആൻസറിങ് ദ ഫോൺ. അവൻ ഫോൺ എടുക്കുന്നില്ല. അതായത് ഫോൺ ബെല്ലടിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വഴിയിലാണ്. ഇപ്പൊ നമ്മള് ഫോൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ വരുന്ന വഴിയാണ്, അല്ലെങ്കിൽ ഞാൻ വഴിയിലാണെന്നൊക്കെ പറയാറില്ല. ഐ എം ഓൺ ദ വേ. ഞാൻ വഴിയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം ഓൺ ദ വേ. ഇത്രയും സമയം നീ എവിടെയായിരുന്നു? വേർ ആർ യു ഓൾ ദിസ് ടൈം? വേർ ആർ യു ഓൾ ദിസ് ടൈം? ഇത്രയും സമയം നീ എവിടെയായിരുന്നു? ഞാൻ അത് ശീലിച്ചിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ വൃത്തികെട്ട ഒരു കാര്യമായാലും നമ്മൾ പറയാറുണ്ട് ഞാൻ അത് ശീലിച്ചിട്ടില്ല. നല്ല കാര്യമായാലും നമ്മൾ പറയാറുണ്ട് ഞാൻ അത് ശീലിച്ചിട്ടില്ല. എങ്ങനെ പറയാറുണ്ടല്ലോ? ഐ എം നോട്ട് യൂസ്ഡ് ടു ദാറ്റ്. ഐ എം നോട്ട് യൂസ്ഡ് ടു ദാറ്റ്. ഞാൻ അത് ശീലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ ശീലിച്ചിട്ടില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. വി ക്യാൻ ടോക്ക് ലേറ്റർ. വി ക്യാൻ ടോക്ക് ലേറ്റർ. നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് കുറച്ച് സമയം വേണം.
ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് കുറച്ച് സമയം വേണം അല്ലെ, ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. ഐ നീഡ് സം ടൈം. ഐ നീഡ് സം ടൈം. അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇവിടെ അറിയാം എന്ന് പറയുന്നത് കഴിവിനെ സൂചിപ്പിക്കുകയാണ് അല്ലെ, ഒരു കഴിവാണ് നമ്മൾ പറയുന്നത്. സോ നമ്മളിവിടെ നോ അല്ല യൂസ് ചെയ്യേണ്ടത്, ക്യാൻ എന്നാണ്. അപ്പം അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയുമ്പം ഷി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഷി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഞാൻ അവരോട് വഴി ചോദിക്കുകയാണ്. ഐ ആം ആസ്കിംഗ് ദം ഫോർ ഡയറക്ഷൻസ്. ഞാൻ അവരോട് വഴി ചോദിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. This is my first time here. എനിക്കിവിടെ അത്ര പരിചയമില്ല. I'm not very familiar with this place. എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ല. എന്റെ കൂടെ ആരുമില്ല. No one is with me. എന്റെ കൂടെ ആരുമില്ല. നിങ്ങൾക്കറിയാമോ അങ്ങോട്ടുള്ള വഴി? Do you know the weather? നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയാമോ? എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇങ്ങനത്തെ കണക്റ്റഡ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. I knew it but I don't remember now. എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്നാണ്. I knew it but I don't remember now. നമുക്ക് അവരോട് ചോദിക്കാം. Let's ask them. അവർ അവിടെയാണ് താമസിക്കുന്നത്. They live there. അവർ അവിടെയാണ് താമസിക്കുന്നത്. അവരെ നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ഡെയിലി ലൈഫിലുള്ള സെന്റൻസുകൾ കേട്ടോ. ഡു യു നോ ദം? അവരെ നിങ്ങൾക്കറിയാമോ? ഇനി അവനെ നിങ്ങൾക്കറിയാമോ എന്നാണെങ്കിൽ ഡു യു നോ ഹിം. അവളെയാണെങ്കിൽ ഡു യു നോ ഹർ. ഇങ്ങനെ പഠിച്ചു വെക്കാട്ടോ. അവരെ എനിക്കറിയാം. ഐ നോ ദം അല്ലേ? ഐ നോ ദം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെയിലി ലൈഫ് സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ എവിടുന്നാ വരുന്നത് അല്ലേ? അവസാനം നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാവുന്ന നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഷോർട്ടായിട്ടും പറയാം, കുറച്ച് ലോങ് ആയിട്ടും പറയാം. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എവിടുന്നാ വരുന്നത് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.